ഹലോ കൂട്ടുകാർ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് പപ്പടം കണ്ടോ. അപ്പം ഈ പപ്പടം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമല്ലേ. അപ്പോൾ ഈ പപ്പടം വെച്ച് ഞാനിന്നൊരു അടിപൊളി കറി വയ്ക്കാൻ പോവുകയാണ്. കണ്ടോ, ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ പപ്പടത്തിനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പപ്പടത്തിനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കൊച്ചു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടെയാണിത്. അപ്പോൾ ഞാൻ ഈ പപ്പടക്കറിക്ക് അരച്ച് ചേർക്കാൻ പോകുന്നത് ഒരു മുറി തേങ്ങ ചിരുകി വെച്ചിട്ടുണ്ട്, കുറച്ച് മുളക് പൊടി, കുറച്ച് ജീരകം, ഇത്രയും മാത്രമാണ് ഇതിൽ അരച്ച് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പപ്പടക്കറി വെക്കാൻ പോവുകയാണ്. ആദ്യം ചീനച്ചട്ടിയിൽ ഞാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കടുകിട്ടു. കടുക് പൊട്ടി ഉള്ളി. ഇനി ഞാനിതിലോട്ട് കുറച്ച് ഉഴുന്നും പരിപ്പിടണേ. ഉഴുന്നും പരിപ്പ് നല്ല രീതിയിലൊന്ന് ചുമന്ന് വരണം, ബ്രൗൺ കളറിലായി. ഇനി ഇതിലോട്ട് ഞാൻ മുരിങ്ങയിലയാണ് ഇടുന്നത്. കറിവേപ്പില അല്ല ഇട്ടത്, മുരിങ്ങയിലയാണ് ഇട്ടത്. ഇതിലോട്ട് ഞാൻ ഈ പപ്പടം തട്ടിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പപ്പടം നല്ലവണ്ണം മൊരിഞ്ഞിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഈ അരപ്പിനെ ഒന്ന് ചേർക്കുകയാണ്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചോളാം. നല്ല കട്ടിക്ക് വേണമെങ്കിൽ കട്ടിക്കെടുക്കാം, അത്തിരി കറിയായിട്ട് വേണമെങ്കിൽ കറിയായിട്ട് എടുക്കാം. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാനിതിലോട്ട് പാകത്തിന് ഉപ്പ് ചേർക്കുന്നു. ഇത് അടച്ചു വെച്ച് തീ കത്തിക്കാം, പക്ഷേ തിളച്ച് മറിയാതെ നോക്കിക്കൊള്ളണം. തിളച്ചിങ്ങനെ 4 ചുറ്റും തിളച്ച് വരുമ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്യണം. അപ്പോൾ കണ്ടോ, തിളച്ച് വരെയാണ്. ഞാനിത് തീ ഓഫ് ചെയ്യാൻ പോവുകയാണ്. കണ്ടോ, അടിപൊളിയല്ലേ. ചോറ് കഴിക്കാൻ ഏറ്റവും ബെസ്റ്റായ ഒരു കറിയാണ്. അപ്പോൾ കണ്ടോ, നമ്മുടെ പപ്പടക്കറി അടിപൊളി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഞാൻ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതാണ്. ബൈ.